Hey guys, welcome back to another video. Ranjit here. സോ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ഘട്ടത്തിൽ ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു അൺപ്രിപ്പയർഡ്നെസ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അവിടെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും അധികം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് വേണ്ട ഒരു ഫൈനൽ റിവിഷൻ പ്ലാൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ ബൂസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു പ്ലാൻ അപ്ഡേറ്റ് ചെയ്യണം അതിനെക്കുറിച്ച്. സോ അത്തരത്തിലുള്ളൊരു പ്ലാനാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ വേണ്ട ഒരു സമയമാണിത്. സോ അതുകൊണ്ട് തന്നെ ഈ ശേഷിക്കുന്ന സമയം കൊണ്ട് മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഫൈനൽ ലാപ്പിലെ പ്ലാനാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുക. സോ നിങ്ങൾ അല്പം റാൻഡമായിട്ട് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടാണ് പ്രിപ്പറേഷൻസ് ചെയ്തതെങ്കിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫൈനൽ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. ഇനി വളരെ മികച്ച രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത് ഒരു ഫൈനൽ റിവിഷൻ പ്ലാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത്തരത്തിലും നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. ട്രസ്റ്റ് മീ, ഇത് നിങ്ങൾക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിരിക്കും. സോ വിതൗട്ട് ഫോർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് ഈ ഒരു ഫൈനൽ മന്ത് ഡിലേനെ കുറിച്ചാണ്. സോ സ്വാഭാവികമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ഒരു അവസാന മാസത്തെ ആ ഒരു കാലഘട്ടത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന ഒരു സമയമാണ്. ഒന്നാമതായിട്ട് അൺസ്ട്രക്ചേർഡ് ആയിട്ടൊരു പ്രിപ്പറേഷൻ ആണോ ചെയ്തത് എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ വരും. അതായത് മിക്ക ടോപ്പിക്കുകളിലുമുള്ള ചില കൺഫ്യൂഷൻസ് നമ്മളൊരു ലോങ് ടേം പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അത്തരത്തിൽ വരുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓവർവെൽമിംഗ് സിലബസ് ആണ്. നമ്മൾക്കറിയാം ഈ ഒരു എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം സാമാന്യം വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് നമ്മൾക്കുണ്ട്. സോ ഏത് രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്താലും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻസ് വരാം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്, പഠിച്ച കാര്യങ്ങൾ തന്നെ കൺഫ്യൂഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള വസ്തുതകൾ വരാം. അതുപോലെ തന്നെയാണ് ഇൻകംപ്ലീറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതായത് ഈ റിവിഷൻ എന്നുള്ളതിനപ്പുറത്തേക്കൊക്കെ ഇനിയും സിലബസിലെ മറ്റ് പ്രധാന ഭാഗങ്ങൾ പഠിച്ചു തീർക്കാനായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യമുള്ള ഉദ്യോഗാർത്ഥികളും ഉണ്ടാകും. ആൻഡ് ദ ഫോർത്ത് പോയിന്റ്, അൺക്ലിയർ അബൌട്ട് റിവിഷൻ ആൻഡ് പ്രാക്ടീസ്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫൈനൽ റിവിഷനും പ്രാക്ടീസും ചെയ്യുക, ഇതും മറ്റൊരു കൺഫ്യൂഷനാണ്, മറ്റൊരു ഡിലമയാണ്. സോ ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി ദ ഫൈനൽ ചാൻസ് ടു ടേൺ ഇറ്റ് അറൗണ്ട്. ഈ കൺഫ്യൂഷനൊക്കെ മാറ്റി അതിനെ കോൺഫിഡൻസിലേക്ക് മാറ്റാൻ സാധിക്കുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഫൈനൽ ചാൻസ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സമയമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. സോ ഈ ഒരു ഫൈനൽ പ്രിപ്പറേഷൻ ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് നമ്മളൊരു ലോങ് ടേം പ്രിപ്പറേഷനിൽ ഏർപ്പെടുമ്പോൾ മേ ബി വളരെ പ്രധാനപ്പെട്ട പല ടോപ്പിക്കുകളും നമ്മൾ പഠിച്ചിട്ടുണ്ടാകുക വളരെ മുൻപായിരിക്കും. സോ എക്സാമിനേഷന് തൊട്ട് മുൻപായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 30 days സ്പാനിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ വളരെ മികച്ച രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ടോപ്പിക്കുകളിൽ പോലും നമ്മൾക്ക് കൺഫ്യൂഷൻസ് വരാം. ദിസ് ഈസ് ആക്ച്വലി എസെൻഷ്യൽ ഫോർ എനി ലെവൽ ഓഫ് പ്രിപ്പറേഷൻ. നിങ്ങൾ ഏത് രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ആളാണെങ്കിലും ഇത്തരത്തിലൊരു ഫൈനൽ ബൂസ്റ്റ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് മാറുക ഈ ഒരു ഘട്ടത്തെ പ്രിപ്പറേഷനാണ്. ആൻഡ് ദ തേർഡ് പോയിന്റ്, ആക്ച്വലി ദിസ് പ്രിപ്പറേഷൻ സ്ട്രെങ്തൻസ് റീകോൾ അക്രോസ് ദ സിലബസ്. അതായത് സിലബസിലെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫൈനലി ടച്ച് ചെയ്ത് അത്തരത്തിൽ റീകോൾ ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ ആ പ്രിപ്പറേഷൻ്റെ ഒരു ഘട്ടമായിട്ട് നിങ്ങൾക്കിത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത്തരത്തിൽ ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക ആ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫൈനൽ ബൂസ്റ്റാണ്. സോ ഈ ഘട്ടത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എക്സാമിനേഷൻ ഏറ്റവും അധികം മാറ്റർ ചെയ്യുന്ന അത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം തന്നെ ടച്ച് ചെയ്യുക, അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും വളരെ റാൻഡമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ടോപ്പിക്കുകൾ മാത്രം ഈ ഒരു ഘട്ടത്തിൽ കവർ ചെയ്യുക, ഇങ്ങനെ ഒരു രീതി നിങ്ങൾ സ്വീകരിക്കരുത്. പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾ ചെയ്യാറുള്ളൊരു മിസ്റ്റേക്കാണ്. അതായത് അവസാന ഘട്ടത്തിലൊക്കെ ഈ ശേഷിക്കുന്ന ടോപ്പിക്കുകൾ മാത്രം, അതായത് നിങ്ങൾ മുൻകാലത്ത് പ്രിപ്പറേഷൻസ് ചെയ്തിട്ടില്ലാത്ത ശേഷിക്കുന്ന ചില ചുരുക്കം ടോപ്പിക്കുകൾ മാത്രം വളരെ വാസ്റ്റായിട്ട് പഠിക്കുക എന്നുള്ളത്. അവിടെ സംഭവിക്കുക, ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ മുൻകാലത്ത് വളരെ മികച്ച രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കുകൾ ഒന്നും തന്നെ ടച്ച് ചെയ്യാൻ പറ്റാതെ പോകും. അത് കൺഫ്യൂഷൻസിനിടയാക്കും. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എക്സാമിനേഷൻ സമയത്ത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കില്ല. സോ ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്താൽ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു ഫൈനൽ പ്രിപ്പറേഷൻ എന്നുള്ളത് ഒരു മസ്റ്റാണ്. നിങ്ങൾ ഏത് ലെവലിൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്തു വന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ പോലും. സോ ആ ഒരു പ്രിപ്പറേഷൻ പ്ലാനിലേക്കാണ് നമ്മൾ സ്ട്രെയിറ്റ് അവേ അടുത്തതായിട്ട് കടക്കുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി ദ 150 hours ചാലഞ്ച്. ഈ ഒരു എക്സാമിനേഷന് വേണ്ടി നമ്മൾ വെൽ റിസർച്ച്ഡ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണിത്. സോ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുക, ഐഡിയലി 6 മണിക്കൂറെങ്കിലും ഡെയിലി പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് പഠനത്തിനായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. സ്റ്റിൽ ഞാൻ ഒരു ഐഡിയൽ ടൈം എന്ന രീതിയിൽ സജസ്റ്റ് ചെയ്യുക 6 മണിക്കൂറിൻ്റെ ദിവസേനയുള്ളൊരു പഠനമാണ്. അതാണ് നമ്മളിവിടെ 1 മൊഡ്യൂൾ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. ഇനി അത്തരത്തിൽ 6 മണിക്കൂറിൻ്റെ ഒരു പഠനം, നമ്മൾക്ക് മെയിൻസ് എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് 2 പേപ്പേഴ്സാണുള്ളത്. സോ അതിനായിട്ട് നമ്മൾ 2.5 hours ഈച്ച് എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് ഓരോ പേപ്പറിനും നമ്മൾ 2.5 മണിക്കൂറിൻ്റെ ഒരു പഠനം മാറ്റിവെക്കുന്നു. സോ ശേഷിക്കുന്ന 1 മണിക്കൂർ എന്ന് പറയുന്നത് ഡെയിലി റിവിഷൻ ആൻഡ് പ്രാക്ടീസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും മികച്ച ഒരു റിവിഷൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നിങ്ങൾ ഒരല്പം അൺസ്ട്രക്ചേർഡ് ആയിട്ടാണ് പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ
റിവിഷന് വേണ്ടി ഇത്തരത്തിൽ ഡെയിലി സമയം മാറ്റിവെക്കുക. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഈ ഒരു 2.5 മണിക്കൂർ എന്നത് ഓരോ പേപ്പറിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയം, അതോടൊപ്പം തന്നെ റിവിഷന് വേണ്ടിയുള്ള 1 മണിക്കൂർ എന്നുള്ളത് ഒരല്പം ഫ്ലെക്സിബിൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ പേപ്പർ 1ന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില ദിവസങ്ങളിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ടോപ്പിക്കുകളിൽ അല്പം സമയം അധികമായിട്ട് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് വിനിയോഗിക്കാം. സമാന രീതിയിൽ തന്നെയാണ് പേപ്പർ 2ന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടും. അതുപോലെ തന്നെയാണ് ചില ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ ഓൾറെഡി നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ടോപ്പിക്കുകളിൽ ഈ 1 മണിക്കൂറിൻ്റെ ഒന്നും ഡെയിലി റിവിഷൻ ആവശ്യമായിട്ട് വരികയില്ല. അത്തരത്തിലും നിങ്ങൾക്ക് സമയം അഡാപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് വിനിയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടൊരു കാര്യം, ഒരിക്കലും ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ സ്റ്റക്കായി നിന്ന് പോകാനായിട്ട് പാടില്ല. എനിവേ, ഈ രീതിയിലാണ് ഡെയിലി ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ എന്ന രീതിയിലുള്ള പഠനം നിങ്ങൾ ക്രമീകരിക്കേണ്ടത്. ഇനി ഒരു സ്റ്റഡി സൈക്കിൾ എന്ന രീതിയിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് 5 മൊഡ്യൂൾസ് ആണ്. അതായത് ഒരു സ്റ്റഡി സൈക്കിൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആ പഠനം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അത്തരത്തിൽ 5 മൊഡ്യൂൾസ് ചേർന്നതാണ് ഒരു സ്റ്റഡി സൈക്കിൾ എന്നുള്ളത്. അത്തരത്തിൽ 5 സ്റ്റഡി സൈക്കിൾസ് ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ടോട്ടൽ 25 മൊഡ്യൂൾസ് ആണ്. ഓരോ മൊഡ്യൂളിലും 6 മണിക്കൂറിൻ്റെ ഒരു പഠനം. 150 മണിക്കൂറിൻ്റെ ഒരു പഠനം നമ്മൾക്ക് ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് കിട്ടും. ഇതിൽ ഡെയിലി റിവിഷനും പ്രാക്ടീസും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഓർക്കുക, അതായത് ഡെയിലി 1 മൊഡ്യൂൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറിൻ്റെ പഠനം ദിവസേന മാറ്റിവെച്ച് അത്തരത്തിലാണ് നിങ്ങൾ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുന്നതെങ്കിൽ അറൌണ്ട് 25 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ എൻറ്റയർ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കംഫർട്ടബിൾ ടൈമിംഗ് ആണത്. ഇനി അടുത്തതായി നമ്മൾക്ക് ഈ സ്റ്റഡി സൈക്കിൾസിൽ എങ്ങനെയാണ് ടോപ്പിക്കുകൾ അറേഞ്ച് ചെയ്യേണ്ടത് അതിലേക്ക് കിടക്കാം. അതായത് സൈക്കിൾ വൈസ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ടേബിൾ ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 സ്ലോട്ടുകളിലായിട്ട് പേപ്പർ 1ലെയും പേപ്പർ 2ലെയും ടോപ്പിക്കുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ലോട്ട് 3 എന്ന് പറയുന്നത് റിവിഷനും പ്രാക്ടീസിനും വേണ്ടിയുള്ള ആ ഒരു മണിക്കൂറാണ്. ആദ്യ സൈക്കിളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ആദ്യ സ്ലോട്ടിൽ പേപ്പർ 2ൽ നിന്നും അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഈ ടോപ്പിക്കുകൾ അഡ്രസ് ചെയ്യുക. സ്ലോട്ട് 2ൽ ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിലെ കാര്യങ്ങൾ, അതായത് ബേസിക് അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്, മലയാളം, ഇവിടെ പഠിച്ചിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഈ ഒരു 5 മൊഡ്യൂൾ ഉൾപ്പെടുന്ന ആദ്യത്തെ സ്റ്റഡി സൈക്കിളിൽ തന്നെ ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിൽ കൺഫ്യൂഷൻ ഇല്ലാതെ ആ കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുക. ഈ വിഭാഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പല ഘട്ടങ്ങളായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തതാണ്. പ്രാക്ടീസ് എന്നുള്ളത് ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അവസാനം വരെ നമ്മൾ തുടരുന്ന ഒരു കാര്യവുമാണ്. ഇനി രണ്ടാമത്തെ സ്റ്റഡി സൈക്കിളിലേക്ക് കടക്കുമ്പോൾ പേപ്പർ 2ൽ നിന്നും, അതായത് ആദ്യ സ്ലോട്ടിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 2 റീജൻസ് ഉണ്ട്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ, അതോടൊപ്പം തന്നെ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ്, ആ കാര്യങ്ങൾ അഡ്രസ് ചെയ്യുക. രണ്ടാമത്തെ സ്ലോട്ടിൽ ഹിസ്റ്ററി, അതോടൊപ്പം തന്നെ ലൈഫ് സയൻസ് അല്ലെങ്കിൽ ബയോളജി എന്ന രീതിയിൽ അഡ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. എഗെയിൻ ഈ റിവിഷൻ ആൻഡ് പ്രാക്ടീസ് എന്നുള്ളത് ആ ഒരു 1 hour എന്നുള്ളൊരു കാര്യം എല്ലാ സ്റ്റഡി സൈക്കിളിലും എല്ലാ മൊഡ്യൂളിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ സ്റ്റഡി സൈക്കിൾ 3ലേക്ക് കടന്നാൽ ആദ്യ സ്ലോട്ടിൽ രണ്ടാമത്തെ പേപ്പറിൽ നിന്നും എൻവയൺമെൻറ്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുക. അതോടൊപ്പം തന്നെ സെക്കൻഡ് സ്ലോട്ടിൽ പേപ്പർ 1മായി ബന്ധപ്പെട്ട് ജിയോഗ്രഫി, ഫിസിക്സ് ഈ ടോപ്പിക്കുകൾ അഡ്രസ് ചെയ്യുക. എഗെയിൻ റിവിഷൻ ആൻഡ് പ്രാക്ടീസ് അതിലും ഇൻക്ലൂഡഡ് ആണ്. സൈക്കിൾ 4ലേക്ക് കിടക്കുമ്പോൾ കേരള ഇക്കണോമി ആൻഡ് ഡെവലപ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ഇക്കണോമിക്സ്, കെമിസ്ട്രി ഈ ടോപ്പിക്കുകൾ പേപ്പർ 1ൽ നിന്നും രണ്ടാമത്തെ സ്ലോട്ടിൽ പഠിക്കുക. ഇനി 5ാമത്തെ സ്റ്റഡി സൈക്കിളിൽ സ്ലോട്ട് 1ൽ പേപ്പർ 2മായി ബന്ധപ്പെട്ട് ഇ ഗവേണൻസ് എന്ന വിഭാഗം അഡ്രസ് ചെയ്യുക. പേപ്പർ 1ൽ നിന്നും ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, അതോടൊപ്പം തന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ തന്നെ സമയം ഒരല്പം ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സൈക്കിൾ 5ൻ്റെ ഭാഗമായിട്ട് ആദ്യ സ്ലോട്ടിൽ പേപ്പർ 2മായി ബന്ധപ്പെട്ട് ഇ ഗവേണൻസ് എന്നൊരു വിഭാഗം മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ അത്രയധികം സമയം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരികയില്ല. എന്നാൽ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ എന്ന വിഭാഗത്തിൽ സാമാന്യ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കൂടുതലും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അവസാന ഘട്ടത്തിലേക്ക് ആ ഒരു വിഭാഗം മാറ്റിവെച്ചത്. അങ്ങനെ സമയം ഫ്ലെക്സിബിൾ ആയിട്ട് ഉപയോഗിക്കുക. ഈ രീതിയിൽ ടോപ്പിക്കുകൾ അറേഞ്ച് ചെയ്ത് ഈ ഒരു 5 സ്റ്റഡി സൈക്കിൾസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 150 മണിക്കൂറിൻ്റെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ തന്നെ പ്രാക്ടീസും റിവിഷനും ഇതെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. മുൻപിലുള്ള ദിവസങ്ങൾ കൗണ്ട് ചെയ്യുക എന്നുള്ളൊരു പ്രഷർ നമ്മുടെ മുൻപിൽ ഉണ്ടാവുകയില്ല. അവേഴ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത്. ആ ഓരോ മണിക്കൂറും അത്തരത്തിൽ നമ്മൾക്ക് പ്രൊഡക്റ്റീവായിട്ട് പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പഠനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകളാണ്. ഒന്നാമതായിട്ട്, ഓൾവേസ് ട്രൈ ടു സ്റ്റിക്ക് ടു ദ ഷെഡ്യൂൾ. അതായത് നിങ്ങൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഷെഡ്യൂളുമായിട്ട് പരമാവധി സ്റ്റിക്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. മേ ബി നമ്മൾക്ക് ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമായിട്ട് ചില അത്യാവശ്യങ്ങൾക്കൊക്കെ സമയം ആവശ്യമായിട്ട് വരാം. അങ്ങനെ 1-2 ദിവസമൊക്കെ മിസ്സാകാം. അത് ഒഴിച്ചു നിർത്തിയാൽ ഒരിക്കലും ഈ ഒരു ഘട്ടത്തിൽ പഠനത്തിൽ ഉഴപ്പാനായിട്ട് പാടില്ല. ഈ ഒരു നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആ ഒരു ടൈം ഷെഡ്യൂളുമായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട്, ഈ റിവിഷൻ എന്നുള്ളത് ഏറ്റവും ആക്റ്റീവായിട്ട് ചെയ്യുക. നമ്മൾ ഡെയിലി ബേസിസിലാണ് റിവിഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഒരു റീകോളിംഗ് എന്ന രീതിയിൽ റിവിഷൻ ഉപയോഗിക്കുക. എപ്പോഴും ഓർക്കുക, റിവിഷൻ എന്നുള്ളതൊരു റീസ്റ്റഡിയോ അല്ലെങ്കിൽ റീറീഡിങ്ങോ അല്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിൽ ടച്ച് ചെയ്യുക, അത് റീകോൾ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദ തേർഡ് പോയിന്റ്,
ട്രൈ ടു ബാലൻസ് പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മാർക്സിൻ്റെ ഷെയർ കൺസിഡർ ചെയ്താൽ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ 2 പേപ്പേഴ്സും എന്നുള്ളത്. സോ അത് വ്യക്തമായിട്ട് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, പ്രാക്ടീസ് ഇൻ റിയൽ എക്സാം കണ്ടീഷൻസ്. ആദ്യ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ ഈ ആപ്റ്റിറ്റ്യൂഡ് വിഭാഗം വളരെ വ്യക്തമായിട്ട് ലഭ്യമാകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. അവിടെ ടൈം ബൗണ്ട് ആയിട്ട് ആ പ്രാക്ടീസ് ചെയ്യുക. ഒരു പരീക്ഷയിൽ നിങ്ങൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നോ അതേ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ്. ആപ്റ്റിറ്റ്യൂഡ് വിഭാഗം ഞാൻ വളരെ പ്രത്യേകം എടുത്തു പറയാനുള്ളൊരു കാരണം അവിടെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സ്പീഡ് ആൻഡ് അക്യുറസി എന്നുള്ളത്. സോ അത് ഈ റിയൽ എക്സാമിനേഷൻ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ അത്തരത്തിൽ സിമുലേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ദ ഫൈനൽ പോയിന്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സ്റ്റേ കൺസിസ്റ്റൻറ്റ് ആൻഡ് കാം ടിൽ ദി എൻഡ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠനം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക. എന്നാൽ വളരെ കാമായിരുന്നു കൊണ്ട് ആ പഠനം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ഘട്ടത്തിൽ സ്ട്രെസ് എന്നുള്ളൊരു കാര്യം സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ്. എന്നാൽ അതിനെ ഞാൻ മുൻപൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ അതിനെ ഒരു കോൺഫിഡൻസിലേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. അതിനെ സക്സസ്സിലേക്ക് നിങ്ങൾക്ക് മാറ്റാം. വേണ്ടത് മുൻപിലുള്ള സമയത്തെക്കുറിച്ചുള്ളൊരു ധാരണ, അതിനനുസരിച്ചുള്ള വളരെ സോളിഡ് ആയിട്ടുള്ളൊരു പ്ലാൻ, അത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി എക്സിക്യൂഷൻ എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ കൈവശമുള്ളൊരു കാര്യമാണ്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ട്രസ്റ്റ് മീ, ഈ ഒരു ഫൈനൽ ഘട്ടത്തിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ആൻഡ് പ്ലീസ് ഡു ജോയിൻ us on ടെലിഗ്രാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്റ്റഡി മെറ്റീരിയൽസ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. കൂടാതെ പേപ്പർ 2മായി ബന്ധപ്പെട്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ചില പ്രാക്ടീസ് സെറ്റുകളും നമ്മൾ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി വിനിയോഗിക്കാം. സോ മേക്ക് ഷുവർ ടു ജോയിൻ us on ടെലിഗ്രാം. സോ ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസും സ്ട്രെസ്സും ടെൻഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. എന്നാൽ എപ്പോഴും ഓർക്കുക, ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ്. നമ്മൾ വളരെ ടഫായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഈ ഒരു ഘട്ടത്തിൽ പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ എഡ്ജ് തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ മുൻപുള്ള പ്രിപ്പറേഷൻസിനെ കുറിച്ച് ഓർത്ത് അത്തരത്തിൽ റിഗ്രറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മുൻപ് നഷ്ടപ്പെടുത്തിയ സമയത്തെക്കുറിച്ച് ഓർത്തോ ഇങ്ങനെയൊന്നും സമയം വേസ്റ്റ് ചെയ്യാതെ ഇനി മുൻപിലുള്ള സമയം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ വിനിയോഗിക്കാം, അത്തരത്തിൽ ഈ ഒരു കോമ്പറ്റീഷനിൽ എങ്ങനെ മുന്നിലെത്താനായിട്ട് സാധിക്കും, ആ കാര്യം ചിന്തിച്ചുകൊണ്ട് ഏറ്റവും കോൺഫിഡൻസിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു so much guys for watching this particular video, and I wish you all the very best and hope to see you in the next one.